ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി നമ്മളെ കുട്ടിക്ക് കുറേ മുമ്പ് കുട്ടിക്ക് 1 വയസ്സായിട്ടുള്ളത് ലൈറ്റ് വെയ്റ്റ് ഗോൾഡ് വാങ്ങിയിരുന്നു ചെമ്മണ്ണൂരിൻ്റെ ഗോൾഡ് സ്കീമിൽ കൂടിയിട്ട്. അപ്പം ഇതൊക്കെയാണ് കേട്ടോ അവിടെ മോളുടെ പണ്ടങ്ങൾ. അതിൽ ഒരു കരിമണിമാല, ഒരു ബ്രേസ്ലെറ്റ്, പിന്നെ ഒരു സച്ചിൻ ചെയിൻ, ഒരു പാസരം. ഇത്ര സാധനങ്ങളാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഈ കരിമണിവള 1 ഗ്രാമാണ്, വെറും 1 ഗ്രാമേ ഉള്ളൂ കേട്ടത്. 1 ഗ്രാമിൻ്റെ ആണ്. അത് 2 കണ്ണികളുണ്ട് അതിന്, കണ്ടില്ല, 2 കണ്ണികളും ഉണ്ട്. എന്നാലും മാഷാ അല്ലാഹ് ഉഷാറാണ്. പിന്നെ നമ്മൾ വാങ്ങിയത് ഒരു കൈ ചെയിന്. ഈ ചെയിന് 3 ഗ്രാമാണുള്ളത് കേട്ടോ. 3 ഗ്രാമിൻ്റെ ചെയിനാണ്. അത്യാവശ്യം നീളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ലൈറ്റ് വെയിറ്റ് അല്ലേ, അപ്പോൾ അതിനനുസരിച്ചുള്ള കനം തന്നെ ഉണ്ടാവുള്ളൂ. എന്നാലും നമ്മളുടെ സമാധാനത്തിന് നമുക്ക് കുട്ടിയൊക്കെ ഉണ്ട് എന്നുള്ള സന്തോഷത്തിന് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പാസരം, അത് അരപ്പവൻ തികച്ചില്ല. 2 പാസരം കൂടിയിട്ട് അരപ്പവൻ തികച്ചതില്ല. നല്ല ഉറപ്പുണ്ട് സാധനം. നല്ല സ്ട്രോങ് ആണ് കേട്ടോ സംഭവം. നല്ല കാലുമ ഇട്ട് കൊടുക്കുന്ന രസമാണ്. കുട്ടികളെ കാലുമ പാസരമൊക്കെ കിടക്കണമ്പോൾ രസമല്ലേ. ചെറിയ മക്കൾക്ക് സ്വർണ്ണം ഇട്ട് കൊടുക്കുന്ന ഒരു രസമാണ്. എനിക്കിഷ്ടമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു ബ്രേസ്ലെറ്റാണ്. ഉണ്ടോ, നല്ല സ്ട്രോങ് വർക്കാണത്. പിന്നെ നമ്മൾ വാങ്ങിയത് ഒരു കൈ ചെയിൻ. ഇത് 2 ഗ്രാമിൻ്റെ കൈ ചെയിനാണ് കേട്ടോ. നല്ല സ്ട്രോങ് ആണ് കേട്ടോ അത്യാവശ്യം. പിന്നെ എനിക്ക് സ്ട്രോങ് കുറവായി തോന്നുന്ന ചെയിൻ തന്നെയാണ് കേട്ടോ. എന്നാലും നമ്മളൊരു സന്തോഷത്തിന് ഇട്ട് കൊടുക്കുകയാണ്. കാരണം എൻ്റെ മറ്റ് 2 മക്കൾക്കും ഞങ്ങൾ സ്വർണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പിന്നെ വീട് പണി കഴിഞ്ഞ ഉടനെയായിരുന്നു എൻ്റെ ഡെലിവറി. അപ്പോൾ പിന്നെ അറിയാമല്ലോ, വീട് പണി കഴിഞ്ഞുള്ള അവസ്ഥ. ഒരു നിലക്ക് ഹസ്ബൻഡിനെ കൊണ്ട് ഒന്നായിട്ട് വാങ്ങാൻ പറ്റിയൊരു അവസ്ഥ ആയിരുന്നില്ല. അപ്പം ഇത് ഞാൻ ചെമ്മണ്ണൂരിൻ്റെ ഗോൾഡ് സ്കീമിൽ കൂടിയിട്ട് ഒരു കൂട്ടി കിട്ടുന്ന ഓരോ 10, 20, 30, 100 ഒരു കൂട്ടി വെച്ചിട്ടാണ് ഈ സ്വർണ്ണമൊക്കെ വാങ്ങിയിട്ടുള്ളത്. എൻ്റെ മക്കളും എൻ്റെ മോളും മോനും കിട്ടി പെരുന്നാൾ പൈസയും എല്ലാ പൈസയും നമ്മളത് വേണ്ടി ഒരു കൂട്ട ചെയ്ത്. അങ്ങനെ 46,000 രൂപ ഒരു 11 മാസം കൊണ്ട് അക്കൗണ്ടിൽ ഞാനാക്കി. പിന്നെ ബാക്കി കുറച്ച് പൈസ ഹസ്ബൻഡും തന്നു. ഒരു 3,000 രൂപ ഹസ്ബൻഡ് തന്നു അതിലേക്ക് കൂട്ടാൻ വേണ്ടിയിട്ട്. ഉണ്ടാക്കാനും ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല മൂപ്പർക്ക്, പക്ഷേ ഒക്കൂല. നമ്മൾ കുറിയൊക്കെ ഉണ്ടായിരുന്നു. കുറി അടവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പം ഇങ്ങനെ മാറ്റി വെച്ച് വാങ്ങിക്കാനുള്ളൊരു ഇത് ഉണ്ടായിരുന്നില്ല ആ സമയത്തൊന്നും. പിന്നെ പ്രസവം സിസേറിയനല്ലേ, അപ്പോൾ അതിൻ്റെ ചിലവും പിന്നെ വീട്ടിലെ പ്രസവത്തിൻ്റെ ചിലവും എല്ലാം കൂടെ ആയിട്ട് കഴിയുന്നൊരവസ്ഥയിലായിരുന്നില്ല അന്ന്. അത് വെച്ച് ദാരിദ്ര്യം എന്നല്ല, പക്ഷേ ഈ അടവൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ബാക്കിയാവില്ല സ്വർണ്ണം വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഡിയേഴ്സ്. അപ്പോൾ എന്താ വെച്ചാൽ കണ്ടോ, അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര പ്രൗഡാണ്. ഞാനൊരു കുട്ടിച്ച് വാങ്ങിയതാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ. ഞാനൊന്ന് വെറുതെ ചുരിദാറോ മാക്സിയോ തട്ടോ ഒന്നും വാങ്ങാറില്ലായിരുന്നു. ഞാൻ ഹസ്ബൻഡിനോട് പറയാം, പൈസ ഒരു കൂട്ടം നമുക്ക് കുട്ടിക്ക് സ്വർണ്ണം വാങ്ങാമെന്ന് പറയുമായിരുന്നു ഞാൻ ചെയ്തത്. അപ്പോൾ കണ്ടോ, അത്രയാണ് നമ്മുടെ കുട്ടീൻ്റെ സ്വർണ്ണങ്ങൾ. ഓക്കെ, ബൈ.